വചനം വചനം ത്രിയേക ദൈവമം വചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കലൊരു ഭിക്ഷാടകൻ ഒരു കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ്. കാവൽക്കാരോട് പറയുന്നു തനിക്ക് രാജാവിനെ കാണണം, കുറച്ച് സഹായങ്ങൾ ചോദിക്കുവാനാണ്. ഭിക്ഷാടകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കാവൽക്കാർ രാജാവിൻ്റെ അടുക്കിലേക്ക് ഭിക്ഷാടകനെ അയക്കുകയാണ്. ഭിക്ഷാടകൻ കടന്നു ചെല്ലുന്നത് ഒരു പ്രാർത്ഥനാ മുറിയിലേക്കാണ്. രാജാവ് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരിയേറെ കാര്യങ്ങൾ രാജാവ് ദൈവത്തോട് ചോദിക്കുകയാണ്. എനിക്ക് നല്ല പ്രജകളെ വേണം, നല്ല സേനയെ വേണം, നല്ല ഒരു രാജ്യം എനിക്ക് കെട്ടിപ്പടുക്കണം, എൻ്റെ യുദ്ധങ്ങളൊക്കെ വിജയിക്കണം. ഇതൊക്കെ സാധിക്കുകയാണെങ്കിൽ ദൈവത്തിന് സ്വർണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാമെന്ന്, അല്ലെങ്കിൽ സ്വർണം കൊണ്ടൊരു ആലയം തീർത്തു കൊടുക്കാമെന്ന് ഈ രാജാവ് പ്രാർത്ഥിക്കുകയാണ്. ഭിക്ഷാടകൻ ഒന്നും മിണ്ടാതെ തിരിച്ചു പോരുന്ന വഴിക്ക് കാവൽക്കാർ ചോദിക്കുന്നു, നിങ്ങൾ രാജാവിനെ കണ്ടില്ലേ? കാരണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭിക്ഷാടകന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാതെ രാജാവ് വിടുകയില്ല. പക്ഷേ കയ്യിലൊന്നുമില്ലാതെ തിരിച്ചു വന്ന ഈ ഭിക്ഷാടകനെ നോക്കി ഈ കാവൽക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ രാജാവിനെ കണ്ടില്ലേ? ഇയാൾ പറഞ്ഞു, ഞാൻ രാജാവിനെ കണ്ടു, പക്ഷെ എനിക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ഇവർ ചോദിക്കുമ്പോൾ ഈ യാചകൻ പറയുകയാണ്, എന്നേക്കാളും വലിയൊരു യാചകനാണ് അകത്തിരിക്കുന്നത്. കാരണം അയാളെല്ലാം ചോദിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് സുവിശേഷത്തിലൂടെ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത് ദേവാലയത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ്. ജെറുസലേമിലേക്ക് കടന്നു വരുന്ന ഈശോ അവിടെ കാണുന്നത് ദേവാലയം കച്ചവട സ്ഥലമാക്കിയിരിക്കുന്നതാണ്. അവരെല്ലാം അടിച്ചോടിച്ച് ഈശോ ദേവാലയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്നവരാണ്. എൻ്റെ ജീവിതം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദേവാലയത്തോടുള്ള എൻ്റെ മനോഭാവം എന്താണ്? അല്ലെങ്കിൽ ദേവാലയത്തിലിരിക്കുന്ന ക്രിസ്തുവിനോട് എൻ്റെ മനോഭാവം എന്താണ്? പലപ്പോഴും ഒരു കച്ചവടക്കാരനെ പോലെയല്ലേ ഞാൻ ക്രിസ്തുവിനെ കാണുന്നത്? എനിക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കുന്നു. എനിക്ക് സമ്പാദ്യം വേണം, എനിക്ക് ജോലി വേണം, എൻ്റെ മക്കൾക്ക് പഠിക്കാനായിട്ട് സാധിക്കണം, എൻ്റെ മക്കൾക്ക് വിവാഹം നടക്കണം, എൻ്റെ കടബാധ്യത തീരണം. അങ്ങനെ ഒത്തിരിയേറെ ആവശ്യങ്ങൾ ദൈവത്തിന് മുമ്പിലെടുത്ത് നിരത്തി വയ്ക്കുകയാണ്. അതിന് കൂലിയായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്യും. ഇത് തരികയാണെങ്കിൽ ഞാൻ ജപമാല ചൊല്ലാം, ഇത് തരികയാണെങ്കിൽ ഞാൻ 9 നൊവേനകളിൽ പങ്കെടുക്കാം, ഇത് സാധിച്ചു തരികയാണെങ്കിൽ ഞാൻ ഇന്ന പള്ളിയിൽ പോയിട്ട് ഇതുപോലെ നേർച്ചകൾ നിറവേറ്റാം. അതായത് എന്തൊക്കെയോ കൊടുത്ത് ദൈവത്തിൽ നിന്ന് എന്തൊക്കെയോ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നു. തികച്ചും ഒരു കച്ചവട സ്ഥലത്തെ പ്രതീതിയായിട്ട് നമ്മുടെ പ്രാർത്ഥനകളും ദേവാലയങ്ങളും മാറുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ക്രിസ്തുവിനെ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. ഓരോ കുർബാനയിലും നിൻ്റെ ഉള്ളിലേക്ക് ക്രിസ്തു തിരുശരീരമായിട്ട് തിരുവോസ്തി രൂപത്തിൽ കടന്നു വരുമ്പോൾ അവനെയാണ് നീ ഏറ്റുവാങ്ങേണ്ടത്. ഈ ഏറ്റുവാങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ, ശരീരങ്ങൾ മറ്റൊരു ദേവാലയമായിട്ട് സക്രാരിയായിട്ട് തീരുകയാണ്. പിന്നീട് പോകുന്നിടത്തെല്ലാം ഈ ദേവാലയത്തിൻ്റെ പരിശുദ്ധി നമുക്ക് പകരുവാനായിട്ട് സാധിക്കണം. ഇന്നീ സുവിശേഷം നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദേവാലയങ്ങൾ എപ്രകാരമാണ് നാം കാത്തു സൂക്ഷിക്കുന്നത്? ആവശ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള വെറുമൊരു കച്ചവട സ്ഥലമായിട്ടാണോ, അല്ലെങ്കിൽ ദൈവം എനിക്ക് ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുന്ന വെറുമൊരു കച്ചവടക്കാരനായിട്ടാണോ ഞാൻ കാണുന്നത് എന്നൊന്ന് ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കാം. ദേവാലയത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ദേവാലയമായി മാറേണ്ട എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.